വദഊഹു ഖൗഫൻ വതമഅ. അള്ളാഹിനോടുള്ള ഭയം, ബഹുമാനം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. ഇത് രണ്ടും കൂടിക്കലർന്നൊരു വികാരം ഉണ്ടാവും, പ്രാർത്ഥന, ഒരു നീറ്റൽ. ആ നീറ്റലോട് കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടത്. ചോദിച്ചതിന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനോട് എത്ര, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയൊക്കെ വിശുദ്ധ ഖുർആനിൽ എത്രയാണ് ദീർഘിച്ചുദ്ധരിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രാർത്ഥനകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഓരോ കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിങ്ങനെ വാങ്ങണം. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ നീ തന്നെയാണ് അത് നന്നാക്കുക, വേറെ ആരും നന്നാക്കൂല. പക്ഷെ എന്നാൽ പോലും അള്ളാഹുവിനോട് ചോദിക്കൂ എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിയണ കാര്യം തന്നെ, പക്ഷെ എന്നാലും അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ചോദിക്കുന്ന ശീലം നമ്മൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ വുളു എടുക്കുക, ഖിബിലക്ക് മുന്നിടുക, കൈ ഉയർത്തുക, ഇതൊക്കെ പ്രാർത്ഥനയുടെ ആദാബുകളിൽപ്പെട്ടതാണ്. ഖുതുബ നടത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ആൾ കൈ ഉയർത്താൻ പാടില്ല. മഴയെ തേടുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ കൈ ഉയർത്താൻ പാടുള്ളൂ, ബാക്കിയുള്ള സമയത്ത് കൈ ഉയർത്തരുത്. ബാക്കി പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തൽ ആദാബുകളിൽപ്പെട്ടത്. കൈ ഉയർത്തിയില്ല എന്ന് കരുതിയോണ്ട് പ്രാർത്ഥനക്കൊന്നും സംഭവിക്കൊന്നുമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം നടത്തുന്ന പ്രാർത്ഥനയിൽ കൈ ഉയർത്തിയും കൈ ഉയർത്താതെയും നടത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും. നിസ്കരിച്ചിട്ട് നബി എന്ത് ചെയ്യും? കുറച്ചപ്പുറത്ത് മാറി നിൽക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ചിലപ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, ചിലപ്പോൾ കൈ താഴ്ത്തിയും പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കുള്ള അദബുകൾ നമ്മൾ പാലിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ഹൃദയത്തിൽ ഏത് കാര്യങ്ങളാണോ, ഏത് ആവശ്യങ്ങളാണോ, എന്താണോ നമുക്ക് സാധൂകരിച്ചു തരേണ്ടത്, അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ശീലം നമ്മൾ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും ചോദിക്കുന്ന ശീലമുള്ളവരാവുക. മനുഷ്യന്മാരോട് ചോദിക്കുന്ന ശീലം ഏറ്റവും മോശമുള്ള ശീലമാണ്. ഉടമസ്ഥനോട് ചോദിക്കുന്നത് ഏറ്റവും നല്ല സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് കുട്ടികൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ ആര് പഠിപ്പിച്ചു കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ എന്തൊക്കെ ചെല്ലണമെന്ന് ചെല്ലിക്കോന്നല്ല പറഞ്ഞു, ചെല്ലാൻ ആര് പഠിപ്പിച്ചു കൊടുത്തു? ചില പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ തന്നെ പഠിപ്പിച്ചു തന്നു. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബി സിദ്നി ഇൽമാ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബ്. ഇതൊക്കെ അള്ളാഹ് പഠിപ്പിച്ച പ്രാർത്ഥന. ഈ അള്ളാഹ് പ്രാർത്ഥനയിൽ ഏറ്റവും പരിശുദ്ധമായ പ്രാർത്ഥന ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ പ്രാർത്ഥനകളാണ്. രണ്ടാമത്തെ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനയാണ്. അതും ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. അതാണ് പിന്നീട് ശ്രേഷ്ഠമായ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കണോ അതൊക്കെ ശ്രേഷ്ഠകരം തന്നെയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് കാര്യവും ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുക. ഫല്യുക്സിർ, നബി തിരുമേനി പറയാം, അധികരിപ്പിക്കൂ എന്നാണ്. കാരണം എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നമുക്കതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിപ്പോൾ ചോദിച്ചാൽ തരുമോ എന്നൊരു ബോധം നമുക്ക് വേണ്ട. ഫല്യുക്സിർ, നീ അധികരിപ്പിക്കുക എന്നതാണ്. അപ്പം ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയിൽ ആസൂത്രണവും പ്രവർത്തനവും ചടുലതയും പോരാട്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ലക്ഷ്യത്തിലെത്തിയത് പ്രാർത്ഥന മുഖേനയാണ്. പ്രാർത്ഥന മുഖേനയാണ്. അത് ചോദിച്ച പ്രാർത്ഥന നൽകി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി, ഇവരൊക്കെ ഇങ്ങനെ ചോദിച്ചതല്ല കൊടുത്ത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശൈഖുൽ ഇസ്ലാമിനെ കുറിച്ച് ശിഷ്യൻ ഇബ്നു കസീർ റഹ്മഹുല്ല പറയാൻ, ഷെയ്ഖ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും ദമസ്കസിലെ പള്ളിയിൽ. ക്ലാസ് എടുത്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഞാൻ ഖുർആനുമായി സഹവസിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഷെയ്ഖ് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഖുർആൻ ഓതുന്ന സമയത്ത് അദ്ദേഹം മുസ്ഹഫിലേക്ക് ചുംബിച്ചു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നീട് അദ്ദേഹം തല ഉയർത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. നമ്മൾ ആവശ്യങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ഇതൊക്കെ ശക്തി കൊണ്ടും കരുത്തുകൊണ്ടും ആസൂത്രണം കൊണ്ടും ആൾഫലം കൊണ്ടും മാത്രം വിജയിച്ച ചരിത്രം വിശ്വാസികളെ സംബന്ധിച്ചാണ് തോളില്ലേ. അതിലെന്തു വേണം? പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന എല്ലാ വരകളും മാറ്റാൻ കഴിവുള്ള, എന്നാൽ നമ്മോട് ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ള, നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളോടുകൂടിയും അറിയുന്ന സൃഷ്ടാവിനോടാകുമ്പോൾ അതിന് വലിയ മനോഹാരിതയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നബി തിരുമേനിയുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടാവുക. അള്ളാഹുവേ, എനിക്ക് ഇന്ന കാര്യം തരണം, ഇന്നത് നൽകണം, ഇന്നതാവരുത്. എന്തിനാണ് നബി ഇത്ര നിസ്സാര കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് നമ്മൾ പോലും ആശങ്കിക്കുന്ന അവസ്ഥ ഉണ്ട്. അത്രയും ചെറിയ കാര്യങ്ങൾ എന്തിനാണ് ചോദിച്ചത്? നിങ്ങളും ചോദിക്കൂ എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. 100 തവണ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ഒരു ദിവസം നടത്താറുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എത്ര തവണ നടത്തണം? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ എന്താവശ്യങ്ങൾ, വ്യക്തിപരം, കുടുംബപരം, സാമ്പത്തികം, ബിസിനസ്, ഏത് കാര്യങ്ങളിലും പടച്ച റബ്ബിന്റെ ഒരു പാർട്ടുണ്ടാവണം, ഒരു ടച്ച്. ആ ടച്ചിന് ഒരു കാര്യം അനിവാര്യമാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാം. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഅൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.